വെള്ളിയാഴ്ച സഭ അവസാനിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള കൂടുതൽ പേരുകൾ സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത്. മുഖ്യമന്ത്രിയുടെ സഹായികൾക്ക് പുറമെ കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും പല പ്രമുഖർക്കെതിരെയും പരാമർശങ്ങളുണ്ടായി. മന്ത്രിമാർ തന്നെയും ആരോപണ വിധേയരായി. സോളാർ കേസ് രാഷ്ട്രീയ വിവാദമായി വളരുമ്പോൾ അത് പരമാവധി മുതലെടുക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സഭയ്ക്കകത്തും പുറത്തും കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ധാരണയിലെത്തി. സമരതന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ഇടതുമുന്നണി നാളെ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേരും. ഇടത് യുവജന സംഘടനകളും യോഗം ചേർന്ന് സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നാളെ നിയമസഭാ മാർച്ച് നടത്തും. മുഖ്യമന്ത്രിയെ വഴിതടയുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇടത് യുവജന സംഘടനകൾ തീരുമാനിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസം സോളാർ തട്ടിപ്പിലും പ്രതിഫലിക്കുന്നതായാണ് സൂചന. മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ ശക്തമായി അനുകൂലിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇനിയും മുന്നോട്ട് വന്നിട്ടില്ല. സോളാർ തട്ടിപ്പ് വെള്ളിയാഴ്ച സബ്മിഷനായി സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭ ബഹിഷ്കരിച്ചിരുന്നു. 2 ദിവസത്തെ അവധിക്കുശേഷം കൂടുതൽ വിവരങ്ങളുമായി നാളെ സഭയിലെത്തുന്ന പ്രതിപക്ഷം സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.